ജെയ്സൺ ചാമവളപ്പിലും റഹീസ് റഷീദും SS ശരണുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, BJPയുടെ പണമാണ് എന്നതിന് തെളിവില്ല എന്നത് തന്നെയാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്ന് ED കോടതിയെ അറിയിക്കുകയാണ്. ഇപ്പോൾ തിരൂർ സതീഷ് ചോദിച്ചത് കൃത്യമായ ഒരു കാര്യമാണ്. ഇതിൽ ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് പോലും മൊഴിയെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തുടരന്വേഷണ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ ED എത്തിയത് എന്നതാണ്. വിനീത്, എന്തായാലും ഇത് ആരൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ED രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കുറ്റപത്രത്തിലെ ചില വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 2021 ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നതാണ്. പിന്നീട് ഇത്രയും വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് കുറ്റപത്രം സമർപ്പിക്കാനായി. എന്തായാലും നേരത്തെ പോലീസ് അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ വരികയും അതിനുശേഷം തുടരന്വേഷണത്തിലേക്ക് പോകാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടക്കുകയാണ്. ഒരു പ്രത്യേക SIT ഫോം ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും IT-ക്കും ആദായ നികുതി വകുപ്പിനും പോലീസ് ഈ അന്വേഷിക്കണം, തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ED നൽകിയിരുന്ന സൂചന അത്തരത്തിൽ തുടരന്വേഷണത്തിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയെയും കുറ്റപത്രം വഴി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണത്തിന് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പില്ല. ഈ പണം BJPയുടേതല്ല. BJPക്ക് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJPക്കായി എത്തിച്ച പണമല്ല. അപ്പോൾ ഈ ആരോപണങ്ങളിൽ വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു തുടരന്വേഷണ സാധ്യത ഇല്ല എന്നുള്ളതാണ് ED അടിവരയിടുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റഹീസ് റഷീദും ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട്. നമുക്ക് ജെയ്സണിലേക്ക് പോയാൽ, ജെയ്സൺ, ഇതിന്റെ കേസിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുള്ള ആളാണ് ജെയ്സൺ. ഇന്നിപ്പോൾ ED നൽകിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിനായി BJPക്ക് എത്തിച്ച പണമല്ല, മറിച്ച് ബിസിനസ് ആവശ്യങ്ങൾക്ക് ധർമ്മരാജൻ എത്തിച്ചതാണെന്നാണ്. തിരൂർ സതീഷ് ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അതിലൊന്നും തന്നെ ഒരു മൊഴിയും എടുത്തിട്ടില്ല, അന്വേഷണവും നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുറ്റപത്രം നൽകാനാകുക എന്നൊരു ചോദ്യമാണ് തിരൂർ സതീഷ് ഉൾപ്പെടെ നമ്മോടിപ്പോൾ ചോദിച്ചത്. ജെയ്സൺ, എങ്ങനെയാണ് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെ കാണുന്നത്? കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്ന് ED അസന്നിഗ്ധമായി പറയുകയാണ്. വിനീത, 2021 ഏപ്രിൽ മാസം 3-ാം തീയതി പുലർച്ചെയാണ് ഇത്തരമൊരു കവർച്ച നടക്കുന്നത്. കൊടകര ദേശീയപാതയിൽ വെച്ചാണ് ഈ കവർച്ച നടക്കുന്നത്. 3.5 കോടി രൂപ കൊണ്ടുപോകുമ്പോഴാണ് പൂർണ്ണമായും പണം കവരുന്നത്. 3.5 കോടി രൂപയാണ് കവർന്നത്. അതിൽ 1.5 കോടി രൂപ പോലീസ് വിവിധ ഘട്ടങ്ങളിലായി സ്വർണവും പണവുമായി തിരിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ബാക്കിയുള്ള തുക ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ കേസ് അന്വേഷണത്തിന്റെ വിവിധ നാൾവഴികൾ പരിശോധിച്ചാൽ BJPയുടെ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ മുൾമുനയിൽ നിന്ന ഒരു കേസായിരുന്നു. ഏറെ പ്രതിസന്ധി BJPക്ക് സൃഷ്ടിച്ച കേസായിരുന്നു. ധർമ്മരാജൻ സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നുള്ള വ്യക്തമായ തെളിവുകളും അതുപോലെ തന്നെ മൊഴികളും അന്ന് പുറത്തു വന്നിരുന്നു. സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. BJPയുടെ വിവിധ നേതാക്കളെ തൃശൂർ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഒരു കാര്യം പോലീസിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു. കർണാടക കേന്ദ്രീകരിച്ചാണ് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒഴുകിയതെന്ന വസ്തുത വളരെ വ്യക്തമായി തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും തിരൂർ സതീഷ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 9 കോടി രൂപ പാർട്ടി ഓഫീസിൽ എത്തിച്ചു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാനമായും പോലീസും നിലപാടെടുത്തത്. പക്ഷേ ഇതെല്ലാം എങ്ങനെ തെളിയിക്കുമെന്ന ചോദ്യമാണ് പോലീസിന് മുമ്പിലുണ്ടായിരുന്നത്. ഈ തിരൂർ സതീഷിൻ്റെ മൊഴിയെടുക്കലിന് ശേഷം നിരവധി മാസങ്ങൾ നിശബ്ദമായിരുന്ന പോലീസാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തിരൂർ സതീഷിൻ്റെ പിന്നീട് നാളുകൾക്ക് ശേഷമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷവും കാര്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണ്ടും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന കത്ത് നൽകുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഏതാണ്ട് അന്വേഷണം പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വളരെ വ്യക്തമായ ഒരു റിപ്പോർട്ട് ED തയ്യാറാക്കിക്കൊണ്ടിപ്പോൾ ശരത് റിപ്പോർട്ട് ചെയ്ത പോലെ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇത് തിരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇത് നിയമപരമായി എങ്ങനെ തെളിയിക്കുമെന്ന ഒരു വലിയ ചോദ്യമാണ് കേരളത്തിലെ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുകയും ഇത് അന്തർ സംസ്ഥാന ബന്ധവും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടും കള്ളപ്പണം ഉൾപ്പെടെയുള്ള വിഷയമായതിനാൽ കേരള പോലീസിന് പരിമിതികൾ ഏറെയുണ്ടെന്ന നിലപാട് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, BJPയുടെ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ
നിരന്തരമായി ചോദ്യം ചെയ്യൽ വിധേയമായിട്ടും താഴെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് ഇതിൽ പ്രതികളായതെന്നതാണ് പ്രധാനമായ ചോദ്യം. ആ ചോദ്യത്തിന് ഇനി ഉത്തരം നൽകാൻ പോലീസിന് ആയിട്ടില്ല. ഏതായാലും ഇതിന് തുടരന്വേഷണ സാധ്യതകൾ ഇനി വിരളമായി മാത്രമേ കാണാനാകൂ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണം കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ വഴി എത്തിച്ചതാണെന്ന വ്യക്തമായ സൂചനകൾ കേരള പോലീസിന് അന്നുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് അന്വേഷണം പോയില്ല. മറ്റൊന്ന്, BJPയുടെ നേതാക്കളെ ചോദ്യം ചെയ്ത ശേഷം തുടരന്വേഷണം നടന്നില്ല. അതിനേക്കാളും അപ്പുറത്ത് ആ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് ഈ അന്വേഷണത്തിൻ്റെ ഈ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നിശബ്ദമായിരുന്നു കൊടകര കുഴൽപ്പണ കേസ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവം തൃശ്ശൂർ BJP വളരെ വ്യക്തമായ സ്വാധീനമുണ്ടാക്കുകയും ആ തിരഞ്ഞെടുപ്പ് പ്രചരണം ചിട്ടയൊപ്പി പ്രവർത്തിക്കുകയും വിജയ സാധ്യത ഉറപ്പിക്കുകയും ചെയ്ത ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ പോലും കാര്യമായ രീതിയിൽ ഈ വിഷയം മുന്നോട്ടെടുത്തില്ല എന്നത് തുടങ്ങിയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് വളരെ ഭദ്രമായി ഈ കേസ്, ഈ പണവും BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അന്വേഷണം ED അവസാനിപ്പിക്കുന്നത്. വിനീത. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് കൂടി ചേരുകയാണ്. ശ്യാം, അസിസ്റ്റന്റ് കമ്മീഷണർ VK രാജു തന്നെ ഇതിലെ ഹവാല ഇടപാടുകൾ എന്താണ്, അല്ലെങ്കിൽ ഈ പണത്തിന്റെ സോഴ്സ് എന്താണ് എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് EDക്ക് കത്ത് നൽകിയതാണ്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം വരികയും ചെയ്തത്. കേരള പോലീസിന് കൃത്യമായ പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കള്ളപ്പണം ഇടപാട്, അന്യസംസ്ഥാന ബന്ധം, ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ കർണാടക ബന്ധം, ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ED അന്വേഷണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ BJPക്ക് വേണ്ടി എത്തിച്ച പണമല്ല, തുടരന്വേഷണ സാധ്യതയില്ല എന്ന ED കുറ്റപത്രം നൽകുമ്പോൾ ഇനിയുള്ള അന്വേഷണം, അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്നതിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇതിന്റെ തുടരന്വേഷണ സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജനുവരി മാസം 27-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലമുണ്ട്. അതിന്റെ ഉള്ളടക്കം എന്നത് ഈ കേസിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ കവർച്ചയ്ക്ക് ശേഷമുള്ള ഇടപാടുകളിലാണ് അന്വേഷണം നടത്തിയതെന്നാണ് ED അന്ന് ഹൈക്കോടതി അറിയിച്ചത്. അതായത് ഇതിന്റെ ഉറവിടം എവിടെ നിന്ന് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നാണ് ED അന്ന് തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അക്കാര്യത്തിൽ ഇത് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി എത്തിച്ച പണമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കുറ്റപത്രത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേസിലെ ഒന്നാം സാക്ഷിയായ ധർമ്മരാജിന്റെ മൊഴി, അതായത് ഈ പണം എത്തിക്കാൻ ചുമതലയുണ്ടായിരുന്ന BJPയുടെ നേതാക്കൾ നിയോഗിച്ച ധർമ്മരാജിന്റെ മൊഴി അനുസരിച്ച് ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി എത്തിച്ചതാണ് എന്നായിരുന്നു ധർമ്മരാജ് അന്ന് നൽകിയ മൊഴി. ഇതാണ് അന്ന് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയതും ക്രൈംബ്രാഞ്ച് ഇതടക്കമുള്ള റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തത്. ആകെ 41,40,00,000 രൂപയാണ് ഹവാല പണമായി, അതായത് കണക്കില്ലാത്ത പണമായി കേരളത്തിലേക്ക് എത്തിയത്. ഇത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിച്ച് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന പണമാണ് എന്നായിരുന്നു ധർമ്മരാജ് തന്നെ അന്ന് നൽകിയ മൊഴിയും. ഇതിൽ 27 കോടി രൂപ ഹവാല പണമായാണ് എത്തിച്ചത്. ബാക്കി 14,40,00,000 രൂപ പാഴ്സലായി വാഹനത്തിലെത്തിച്ച് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ധർമ്മരാജിന്റെ മൊഴി ഉണ്ടായിരുന്നത്.